UAE ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പദ്ധതി വഴി സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ അക്കാദമിക് യോഗ്യതകൾ പരിശോധിക്കാനാവുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. UAEക്ക് പുറത്തുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന അക്കാദമിക് യോഗ്യതകൾ പരിശോധിക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ UAEയിൽ നൽകുന്ന ബിരുദങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിനായി സേവനം വിപുലീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ, ബിസിനസ് സേവന കേന്ദ്രങ്ങൾ എന്നിവ വഴിയാണ് ഇത്തരം സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അനധികൃതമായി ഹജ്ജിന് പോകുന്നവർക്ക് 50,000 ദിർഹം പിഴ ചുമത്തുമെന്ന് UAE ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ്, എൻഡോമെന്റ്സ് ആൻഡ് സക്കാത്തിന്റെ മുന്നറിയിപ്പ്. സാധുവായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ സൗദി അറേബ്യയിലെത്തുന്ന ഏതൊരു UAE പൗരനും 50,000 ദിർഹം പിഴ ചുമത്തും. എല്ലാ UAE തീർത്ഥാടകർക്കും സുരക്ഷിതമായ ഹജ്ജ് അനുഭവം നൽകുന്നതിനുള്ള അതോറിറ്റിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ തീരുമാനം. എയർ അറേബ്യയിൽ ഇനി ക്രിപ്റ്റോ കറൻസിയും സ്വീകരിക്കും. ഇതോടെ സ്റ്റേബിൾ കോയിൻ അധിഷ്ഠിത പേയ്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന മേഖലയിലെ ആദ്യത്തെ എയർലൈനായി എയർ അറേബ്യ മാറി. സംയോജിത ഡിജിറ്റൽ ബാങ്കായ അൽമരിയ കമ്മ്യൂണിറ്റി ബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫ്ലൈറ്റ് ബുക്കിങ്ങുകൾക്കായി ഇനി AE കോയിൻ പേയ്മെന്റുകൾ നൽകാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ദുബായിലെ ഷോപ്പിംഗ് മാളിൽ ഇനി റോബോട്ടുകൾ വഴി നയിക്കും. മിബിസ് സിറ്റി സെന്ററിലാണ് അവതാർ സ്റ്റൈൽ റോബോട്ടുകളും വഴികാട്ടികളാകുന്നത്. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ മാജിദ് അൽ ഫുത്തയുമായി സഹകരിച്ചാണ് ഈ ഹൈടെക് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഭാവിയിൽ ഇത്തരം റോബോട്ടുകളെ വ്യാപകമായി വഴികാട്ടികളാക്കി നിയമിക്കാനാണ് പദ്ധതിയെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ അടുത്ത വർഷം മുതൽ മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നൽകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതം. ടൂറിസം മേഖല വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുമെന്നായിരുന്നു ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവും വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളും പര്യവേഷണം ചെയ്യാൻ വരുന്ന അന്താരാഷ്ട്ര സന്ദർശകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന സംവിധാനമാണ് നിലവിലിരിക്കുന്നതെങ്കിലും അതിന്റെ പേരിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകാനാവില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. സൗദി അറേബ്യയിലെ ജുബൈലിൽ കോഴിക്കോട് സ്വദേശിനി കുഴഞ്ഞു വീണ് മരിച്ചു. മുക്കം മണാശ്ശേരിയിലെ കരിമ്പലങ്ങോട്ട് റുബീനയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ഭർത്താവ് അബ്ദുൽ മജീദ് ജുബൈലിലെ SMH കമ്പനിയിലെ ജീവനക്കാരനാണ്. ഒമാനിലെ ബഹലക്കടുത്ത് ബിസിയയിൽ തൃശൂർ സ്വദേശി മരിച്ചു. കേച്ചേരി എരനല്ലൂർ വീട്ടിൽ സുരേഷ് കുമാറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ലഹരിയിൽ ഒടുങ്ങുന്ന യൗവനം എന്ന വിഷയത്തിൽ വടകര NRI ഫോറം ഷാർജ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പിൽ മുൻ കേരള പോലീസ് സൂപ്രണ്ട് PP സദാനന്ദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡോക്ടർ ഷാജു ജോർജ് വിഷയം അവതരിപ്പിച്ചു. പ്രസിഡന്റ് അബ്ദുള്ള മല്ലച്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പാറയാട് ലഹരി വിരുദ്ധ വാചകം ചൊല്ലിക്കൊടുത്തു. അഫ്സൽ ചിറ്റാരി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റർ ഹരിലാൽ ആശംസകൾ നേർന്നു. ജനറൽ സെക്രട്ടറി സുജിത് ചന്ദ്രൻ സ്വാഗതവും സത്യൻ പള്ളിക്കര നന്ദിയും പറഞ്ഞു. വനിതാ വിഭാഗം പ്രവർത്തകരുടെയും കുട്ടികളുടെയും കലാപ്രകടനങ്ങളും അരങ്ങേറി.